നമ്മുടെ ഇന്ത്യയിലെ സംഘികളുടെ സ്വന്തം വിശ്വഗുരുവിനെ അങ്ങ് ഇന്തോനേഷ്യയിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവിടുത്തെ പാർലമെന്റിൽ ഇരുത്തിയിട്ട് പറയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ഒരു അടിപൊളിയായിരുന്നു എന്നും നെഹ്റു ഞങ്ങളും തമ്മിൽ വലിയൊരു എന്താ പറയുക ഒരു നല്ല സഹകരണമുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു എന്നുള്ളതും അതുപോലെ ഞങ്ങളുടെ മുൻ പ്രസിഡന്റും നെഹ്റു വലിയ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് എന്തുണ്ടായി കഴിഞ്ഞാലും അതിപ്പോൾ ഇപ്പോൾ BJP കാണിക്കുന്ന എന്ത് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വരെ നെഹ്റുവിൻ്റെ കാരണം കൊണ്ടാണ്, നെഹ്റുജിയുടെ കാരണം കൊണ്ടാണ് പറയുന്ന ഒരു പ്രധാനമന്ത്രിനെ ഇരുത്തിയിട്ടാണ് ഇമ്മാതിരി ഊക്കൂക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രധാനമന്ത്രിക്ക് തല പൊക്കി നോക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ തന്നെ ഇരുന്ന് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. ഭയങ്കര രസമായിരുന്നു ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വിശ്വഗുരുവിൻ്റെ വേൾഡ് ടൂറുകളിൽ ഒരു ടൂറായിട്ടുള്ള ഇന്തോനേഷ്യയിൽ സംഭവിച്ചത്. ഇനി അത് മാത്രമല്ല, അവിടെ ചെന്നിട്ട് നമ്മുടെ പ്രധാന വലിയ വലിയ മാത്തമാറ്റിക്കൽ IQ ലെവൽ കണക്കുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കേട്ടവൻ്റെ കിളി പോകുന്നൊക്കെ പറയില്ലേ, കിളിയല്ല അതിൻ്റെ അപ്പുറത്തുള്ള പരുന്ത് വരെ പാറിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾ നല്ല കണ്ടു. ഏതായാലും അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഏതായാലും സംസാരിക്കാം. അതായത് നെഹ്റുവിൻ്റെ അടുത്തോട്ട് വരാം. ആദ്യമായിട്ട് ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അവിടുത്തെ ഇന്തോനേഷ്യയുടെ ഉയർന്ന സിവിലിയൻ ബഹുമതി കൊടുത്തു നമ്മുടെ പ്രധാനമന്ത്രിനെ ആദരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ സീഷെൽസിൽ പോയിട്ടും പുതിയൊരു അവാർഡ് ഉണ്ടാക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിൽ പോയിട്ടും അവിടുത്തെ ഒരു അവാർഡ് ഉണ്ടാക്കി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പല അവാർഡുകളും മോദിജിക്ക് വേണ്ടി മാത്രം നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്ത് നടക്കാറുണ്ട്, ഒരു പ്രശ്നമില്ല. ഇപ്പം ഇന്നലെ ദ ഗാർഡിയനിൽ വന്ന പോലെ എവിടെയൊക്കെ അവാർഡ് ഉണ്ടോ അങ്ങോട്ടൊക്കെ മോദിജി ഓടിയെത്തിക്കോളും. ഒരു അവാർഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ആൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ദ ഗാർഡിയൻ പോലത്തെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ന്യൂസ് ഏജൻസീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മൊത്തം ഇന്ത്യ മാറി സംഘികളുടെ അടുത്തങ്ങ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിനെ ഏത് രീതിയിലാണ് അവർ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതൊക്കെ വ്യക്തമായി കാണുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. അതാണ് ഏറ്റവും ആളുകളെ നെട്ടിത്തെരിപ്പിച്ച് കളഞ്ഞത്. ജിയുടെ കണക്ക് കൂട്ടലുകൾ. നമ്മളാരും ചിന്തിക്കാത്ത കണക്കാ പറഞ്ഞത്. കേട്ടു നോക്ക്. पिछले साल 26 जनवरी को भारत ने अपना गणतंत्र दिवस धूमधाम से मनाया. 26, 2 और 6, 2 + 6 = മനസ്സിലായി നിങ്ങൾക്ക്? ഇത് കേട്ട നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്തോ വലിയൊരു സംഭവം പറയാൻ പോകുന്നത്. എന്താ പറഞ്ഞത് മനസ്സിലായി? അതായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26 ആണ് അല്ലേ? 26 ജനുവരി. ഈ 26-ലെ 2ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? വലിയ കണക്കാണ് കേട്ടോ. എത്ര? 8. നമ്മൾ വിചാരിച്ചു 8-ൽ എന്തോ ഒരു സംഭവം അടങ്ങി കിടക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിനിടെ എന്തിലോട്ടാണ് കൂട്ടി കെട്ടുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുക. കേട്ടോ? और मेरे मित्र का जन्मदिन भी 17 है. 1+. മനസ്സിലായോ? കണക്കിലെ കളികളാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ബർത്ത്ഡേ 17-ാം തീയതിയാണ്. എന്താണ് 17-ന്റെ പ്രത്യേകത? 7+1, അതും 8ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ 6+2 ആണെങ്കിൽ എൻ്റെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ബർത്ത്ഡേ 7+1 8ആണ്. രണ്ടും 8ആണ്. ഇങ്ങനത്തെ കണക്കുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരും? നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതാണ് നമ്മുടെ ജിയുടെ IQ ലെവലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേൾഡിലെ പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ പ്രസിഡന്റുമാരും ജിയുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം. അമ്മാതിരി IQ ലെവലുള്ള ആളാണ്. ഇനി ജിനോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. വിട്ടുപോയതായിരിക്കും. നമ്മുടെ ഈ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ 125ആണ്. അതായത് 1+2+5 അതും 8ആണ്. വിട്ടുപോയൊരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ജീനെ ഉറപ്പിച്ചു എന്നുള്ളത്. ഇങ്ങനെ 8-ലെ മൊത്തം കളികളാണ്. 8-ൽ ഇപ്പം മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഇനി നമ്മളെ GDP ഓൾറെഡി 4-ലും 3-ലൊക്കെ എത്തുമ്പോൾ നമ്മൾ 6-ലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അതെന്നാണാവോ 6+2-ലോട്ട് ചാടി നമ്മൾ 8-ലോട്ട് എത്തുക എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. കാരണം നമ്മളങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ പല കാര്യങ്ങളും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പണ്ട് അമേരിക്കയിൽ പോയിട്ട് മെഗാ = മെഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യരാണ്. അത് ഓർക്കുന്നില്ല? അതൊക്കെ വളരെ ഫേമസ് അല്ലേ? ജിയുടെ വണ്ടത്തരങ്ങൾ എന്നും പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല സാധനങ്ങൾ അടിച്ചിറക്കാറുണ്ട്. ഒരു ഫുൾ കോമിക് ബുക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റപ്പായിട്ട് നിൽക്കുമ്പോഴാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വന്നിട്ട് സംസാരിക്കുന്നത്. വിചാരിച്ച് ജീനപ്പോൾ പൊക്കിയടിച്ച് മേലിട്ട് ഇടിച്ചെടുക്കുന്ന ഒരു സമയത്ത് പുള്ളി അങ്ങ് പ്രസംഗം തുടങ്ങി. പുള്ളി ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ചാൽ tanda kehormatan yang sama juga pernah dianugerahkan kepada Perdana Menteri India pertama Jawaharlal Nehru. Juga atas penghargaan
ഒട്ടും സത്യം പറഞ്ഞാൽ ജി ജീവിതത്തിൽ പോലും അല്ലെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതിൻ്റെ ഇടയിൽ നെഹ്റുവിനെ എടുത്തിടുന്നു. കാരണം ജി ഇവിടെ കിടന്നിട്ട് തൊട്ടതിനും പിടിച്ചതിനും എന്താ പറയുക റോഡിലെ കുഴിയിട്ടായ പോലും പറയും അത് നെഹ്റുവിൻ്റെ പ്രശ്നം കൊണ്ടോട്ടോ വേറൊന്നുമില്ല എന്ന് പറയുന്നത് ജീൻ്റെ മുമ്പിലാണ് നെഹ്റു ഒരു വലിയ സംഭവമായിരുന്നു എന്ന് പുള്ളി അങ്ങ് പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ജിക്ക് കിട്ടിയ അവാർഡ് ഉണ്ടല്ലോ, ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി നമ്മുടെ ജിക്ക് ഇന്നലെ കൊടുത്തല്ലോ. ഈ സംഭവം 1995 ഏത് നെഹ്റു ജീവിച്ചിരിപ്പില്ല, നെഹ്റു മരിച്ചതിന് ശേഷം ഒരു മരണാനന്തര ബഹുമതിയായിട്ട് അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പുതിയ ഡീൽ ചെയ്തിട്ടൊന്നുമല്ല, ഒന്നും ചെയ്യാതെ തന്നെ ഒരു മരണാനന്തര ബഹുമതിയായിട്ട് ഇതേ അവാർഡ് ഇന്തോനേഷ്യയുടെ ഈ സീനിയേഴ്സ് എന്താ പറയുക ഈ സിവിലിയൻ അവാർഡ് 1995 നെഹ്റുവിന് കൊടുത്തിട്ടുണ്ട്. അത് സംഖ്യക്കാർക്കും അറിയില്ല. സംഖ്യയുടെ വിചാരം 2014 മാത്രം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്ക്, അതിനുശേഷം മാത്രം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ വിശ്വഗുരുവായിട്ടുള്ള മോദിജിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡ് ഇന്ത്യയിൽ ആർക്കും കിട്ടാത്ത ഒരു അവാർഡാണെന്നാണ് സകല സംഖ്യകളും വിചാരിച്ചത്. പക്ഷേ 95 ഇതേ അവാർഡ് അടിച്ചെടുത്തിട്ടുണ്ട് നെഹ്റു. അതും മരണാനന്തരം മരിച്ചതിന് ശേഷം പോലും ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്കോ നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയകൾക്കോ ആർക്കും അറിയില്ലായിരുന്നു. അപ്പം ഒന്നും പറയാനില്ല, അവിടെ അങ്ങ് തീർന്നു. അവിടെ അങ്ങനെ ആ ഒരു മൊത്തത്തിൽ നെഹ്റുവിൻ്റെ പേരിൽ അടിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞത് ഇതാണ്. നമ്മുടെ ജിക്ക് അത് അവിടെ നിന്ന് വേണ്ട പോലെ കിട്ടിയിട്ടുണ്ട്, വയറ് നിറഞ്ഞിട്ടുമുണ്ട്. ഇനി ജി എന്നാണാവോ ഇന്ത്യ വിസിറ്റിന് വരിക എന്നറിയില്ല. കാരണം ജി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണല്ലോ ഇന്ത്യ വിസിറ്റ് ചെയ്യാറ്. ഇന്ത്യയിലെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനോ ആലോചിക്കാനോ അല്ലെങ്കിൽ ജി ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് അറിയാനൊന്നും ജിക്ക് സമയമില്ലാന്ന്. ജി ഫുൾ ടൈം ഓട്ടത്തിലല്ലേ. അങ്ങനെ ഓടി ഇപ്പം നമ്മൾ പാസ്പോർട്ട് ഇൻഡെക്സിൽ വരെ 125 സ്ഥാനത്തോട്ട് എത്തി. നമ്മളിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ ഏതൊരു ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മളങ്ങ് കുതിച്ചുകൊണ്ടിരിക്കുക, 100 ക്രോസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ. പിന്നെ ഇന്ത്യക്കാരുണ്ടാക്കിയ ചില ഇൻഡെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പം സംഖ്യകളുടെ ഇൻഡെക്സിലൊക്കെ നമ്മൾ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ യഥാർത്ഥ വേൾഡിലോട്ടുള്ള ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോമാളി പീസ് എന്നുള്ള രീതിയിൽ അവരിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ എല്ലാമാണ്, നമുക്ക് എപ്പോഴും ഉയർന്നു വരണം എന്നുള്ള ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ അവസ്ഥ, നമ്മുടെ പല ബേസിക് സിസ്റ്റത്തിൻ്റെയും അവസ്ഥകൾ വളരെ അബദ്ധമായതുകൊണ്ടാണ് നമുക്ക് ഈ ചീത്തപ്പേര് മറ്റ് രാജ്യങ്ങളിൽ കേൾക്കേണ്ടി വരുന്നത്. ഏതാണല്ലോ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ അല്ലേ. അപ്പം നമുക്ക് കിട്ടേണ്ട ആ ഒരു പ്രിവിലേജും ഒരു ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ. അവിടെ ജി ചെല്ലുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക അവാർഡ് ഉണ്ടെങ്കിൽ ഞാൻ വന്നോളാം, അതല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഡിപ്ലോമാറ്റ്സ് അവിടുത്തെ ഭരണ സിസ്റ്റത്തിനോട് പറയാണ് നിങ്ങൾ ജീനെ ക്ഷണിക്കണം, ജി ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഡിപ്ലോമാറ്റ്സ് സംസാരിച്ചിട്ട് അങ്ങോട്ട് ഇൻവിറ്റേഷൻ നമ്മൾ ചോദിച്ച് വാങ്ങിയിട്ടാണ് ജി പോണതെന്നാണ് ഗാർഡിയൻ പോലത്തെ പല എന്താ പറയുക മാധ്യമങ്ങളും പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും, നമുക്ക് വേണ്ടി ഇപ്പോൾ ജി വരികയല്ലേ, ചില അവാർഡുകൾ ഉണ്ടാക്കേണ്ട AI ക്രിയേറ്റഡ് അവാർഡ് വരെ ജി എന്താ പറയുക അക്സെപ്റ്റ് ചെയ്ത് വന്ന ആളാണ് നമ്മുടെ ജി. അപ്പം നമ്മളിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംഖ്യകൾ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥ കുതിപ്പ് എന്താണെന്നുള്ളത് ഇത് കാണുന്ന സാധാരണക്കാർ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോസിനൊക്കെ. അതുപോലെ തന്നെ സംഖ്യകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കമൻറ്റുകൾ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണെങ്കിലും നിങ്ങൾ പൊളിയാണ്. നിങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളെ ചാനൽ സെറ്റപ്പായി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സംഖ്യകൾ ഇപ്പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനൽ പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. അപ്പം അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും അല്ലാതെ ഇത് കാണുന്ന ആളുകൾ തരിക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. പൈസ ചിലവൊന്നുമില്ലല്ലോ, ഫ്രീ അല്ലേ. അപ്പോൾ അതുകൂടെ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റ് വീഡിയോയിൽ കാണാം. ബൈ.